ഇന്ന് മെയ് 9, റഷ്യൻ വിക്ടറി ഡേ. അതുമായിട്ട് അല്ലെ, അതിനോടനുബന്ധിച്ച് നടക്കുന്ന പല കാഴ്ചകളുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവർക്ക് ഭയങ്കര ഒരു ഉത്സവം പോലോ ആഘോഷം പോലോ ഒക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പം എന്താണ് ഇവിടെ നമുക്ക് നോക്കാം. നമ്മളിപ്പം ഭയങ്കര ലേറ്റായി. സാധാരണ രാവിലെ വന്നാൽ എന്തെങ്കിലുമൊക്കെ ഉള്ള നമ്മൾ പക്ഷേ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുറച്ച് നേരം എന്തോ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്ക് ഈ സമയമായി. ഇപ്പോൾ ഒരു 12 മണി 1 മണിയൊക്കെ ആയി കാണും. ഇന്ന് പിന്നെ തണുപ്പായിരുന്നു രാവിലെ, അതുകൊണ്ട് നമ്മൾ കഴുതയല്ലേ ചേച്ചി ഇത്? ഇന്നിവിടെ റൈഡൊക്കെ ഉണ്ട്, കുഞ്ഞു പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഉണ്ട്. ഇത് കുഞ്ഞു പിള്ളേർക്കുള്ള കേട്ടോ. എല്ലാത്തിനും നല്ലപോലെയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എനിക്കും കയറിയൊക്കെ പോകണമെന്നുണ്ട്. ഒരു ചേച്ചിയുടെ റൈഡിന് പോയേക്കാണ്. അത് മുടിയല്ലേ, അവള് ക്യൂട്ടായിട്ടുണ്ട്. ആ ചേച്ചി പോണില്ലേ? എന്നിട്ട് ഫോട്ടോ എടുക്കാനും സമ്മതിക്കാന്ന്. പോവാൻ പറ്റൂല, അല്ല കൊണ്ടുപോകും. ചേച്ചി നല്ല പേടിച്ചിരിക്കാന്ന്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട്. ഇപ്പം ആണോ ആണോ ഒന്നും കൊണ്ടാനൊന്നും സമ്മതിക്കത്തു. അല്ല, നാളെ ഇങ്ങനെ കയറിപ്പോയാൽ മതി എന്ന് തോന്നുന്നു. ആണോ? ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നോ? എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തുവാ എന്തോ. ഇപ്പം ഇന്ന് കഴിഞ്ഞു കേട്ടോ പരേഡൊക്കെ. ഇന്ന് പ്രത്യേകിച്ച് നല്ല കുറേ ഫ്ലവേഴ്സ് അല്ലേ ഇവരെല്ലാം കൊണ്ടേ വെക്കും. ഇതൊക്കെ ഒരു മോണുമെന്റ്സ് പോലെ ഉള്ള സാധനങ്ങളാണ്. 80 വർഷമായ എന്താണ് അതിൻ്റെതാണ്. ആ യുദ്ധത്തിൻ്റെതോ ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ മോണുമെന്റ്സ്. ഇവിടെ കുറേ ഫ്ലവേഴ്സ് കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ലൈറ്റ് ഉണ്ട്, എത്തിച്ച് വെച്ചിട്ടുണ്ട് അവർ. അത് എപ്പോഴും അതങ്ങനെ കത്തി തന്നെ ഇരിക്കും കേട്ടോ. അവിടെ മിക്ക വിൻ്റർ സമയത്ത് മുഴുവൻ അതുണ്ട്, സമ്മർ സമയത്ത് മുഴുവൻ അതങ്ങനെ കത്തിയിരിപ്പുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിപ്പോൾ ഓർക്കുന്നില്ല കേട്ടോ. ഫോട്ടോസൊക്കെ
തോക്ക് പിടിച്ചോണ്ടിരിക്കുന്നത് കണ്ടില്ല. ആ എന്റെ ബാഗാണ്. എന്നാലും എന്നെ ഇട്ടിട്ട് പോയി കളഞ്ഞില്ലേ, കഷ്ടമുണ്ട്. അതിനെന്റെ ബാഗില്ലേ, അവര് ബാഗ് തുറപ്പിക്കുന്ന അറിയില്ലേ. എന്നാലും എങ്ങനെ പോകാവോ? എന്തൊക്കെ ഇവിടെ കാര്യമായിട്ടുണ്ട് കേട്ടോ. എന്തുവാണോ ഇവിടെയാണ് സ്പീക്കർ വെച്ചേക്കുന്നത്. അവിടെ നിന്ന് അന്നേരം കാലം സൗണ്ട് ഇവിടെ ഇന്ന് ഫ്രീ ആയിട്ട് ഫുഡ് എങ്ങാണ്ട് കൊടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓ, ഇത് പണ്ടത്തെ ആ യുദ്ധം നടന്നപ്പോഴത്തെ ടെന്റാണോ ഉദ്ദേശിച്ചേക്കുന്നത് ഇവര്? നമുക്കൊന്ന് അകത്തോടെ കയറി നോക്കുക. കയറാനൊന്നും പറ്റിയില്ലല്ലോ, അതിലൊന്ന് പോയി നോക്കാം എന്താ അവിടെ ഉള്ളതെന്ന്. അല്ല, ആ സമയത്തൊക്കെയുള്ള ടെന്റുകൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഇതിന് എൻട്രൻസ് ഇല്ലാത്ത രണ്ടാളും. ഇവർക്ക് ഇന്നൊരു ഭയങ്കര വലിയ ദിവസമാണ്. ഭയങ്കര വലിയ ദിവസം എന്ന് വെച്ചാൽ ഭയങ്കര വലിയ ദിവസം. ഇവരെന്ന് പറഞ്ഞ ഇവർക്ക് വേറെ എന്താ ക്രിസ്മസോ വേറെ എന്തെങ്കിലും ഒരു സാധനം വലിയ ഇമ്പോർട്ടൻറ്റ്, ന്യൂ ഇയർ പോലും ഇത്ര ഒരു നല്ലപോലെ സ്നേഹിക്കുന്ന ഒരു ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര രാജ്യസ്നേഹമുള്ള ആൾക്കാരാട്ടോ. ക്വസ്റ്റ്യൻസ് പറയാതിരിക്കാൻ വയ്യ. ഇതെന്ത് ഇവിടെ നടക്കുന്നത്? എല്ലാരും ക്യൂ നിന്നിട്ട് ഇതെന്തുവാ ഇത്? അതെന്തുവാ ആ ക്യൂ നിൽക്കുന്ന ഇവര്? ഓ, കഴിക്കാൻ നിൽക്കുന്നതാണോ? വേറെന്താ സാധനമാണെന്ന് തോന്നുന്നു. ഓ അല്ല, 25 ഒരേ ഡേറ്റ് തന്നെയല്ല. ആ ശരിയാ. അതെന്താ ഇതെന്താ 20 എങ്ങനെ എഴുതി വെച്ചേക്കുന്നേ? ഉണ്ടായിരിക്കാവോ? ഇവിടെ പൂ കൊണ്ട് വെച്ചില്ലേ ആരും? ഇവർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഈ റിവർ സൈഡ് മുഴുവൻ വരാന്ന് തോന്നുന്നു. നമുക്ക് ഇതിലേ എങ്ങനെ പോയാലോ? നല്ല ചൂടോടെ ആ തിന്നോണ്ട് വീണ്ടും ക്യൂവിൽ നിൽക്കും. ചായയാണോ? ഇതിലേ വന്ന് നടക്ക്. അപ്പം അവരാർക്കിവിടെ നടക്കുമെന്നൊന്നും അവർ വിചാരിക്കണ്ട. ചായ, കട്ടൻ കാപ്പി നല്ലതായിട്ടുണ്ടല്ലേ. എനിക്ക് തോന്നുന്നു അന്നത്തെ സമയത്തെ രീതിയിലാണ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നു, ആർക്കറിയാം.
ഇതിൽ നിന്നെടുത്താലും വേണം അതിലൊക്കെ എടുക്കാം. അവിടെ എന്തൊക്കെയോ ഉണ്ട്, എന്താണെന്ന് പോയി നോക്കാം. അത് വേറെന്തോ അതിൻ്റെ അകത്ത് ആൾക്കാർ കയറിയിട്ട് എന്തോ ഇറങ്ങി വരുന്നത്. എന്തോ അത് ടോയ്ലറ്റ് ഈ മഞ്ഞത്തിക്കാ. ഗ്രീസ്കയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രീസ്ക എന്ന് പറയുന്ന ഇവിടെ ഒരു ബക്വീറ്റ്, ഇവിടുത്തെ ഒരു ധാന്യമാണ്. നമ്മളും മിക്കപ്പോഴും ഗ്രീസ്കയാണ് കഴിക്കാറ്. റൈസിനേക്കാൾ ഇവിടെ ലാഭമായിട്ട് കിട്ടുന്ന ഒരു ധാന്യം റീസ്കയാണ്. അതാണ് ഒരു ഫുഡായിട്ട് കൊടുക്കുന്നത്. അതും കട്ടൻ ചായയാണ്. ഇവർ പാലും ചായക്കാളും കൂടുതൽ ഉപയോഗിക്കുക കട്ടൻ ചായയാണ്. പാലും ചായ ഇവിടെ കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതേപോലത്തെ ക്യാനുകളിലാണ് ഫുഡ് കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ഇത് നല്ല ചൂടോടെയാണ് അവർ ഫുഡ് സെർവ് ചെയ്യുന്നത്.
നേവിയുടെ കപ്പലാണ്. Давно закончилась война, давно с войны пришли солдаты, на другие континенты. രാത്രി വരെ ഇവിടെ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. ആ വല്ലതും പറയാനുണ്ട്? ചൂടാക്കുന്ന പരിപാടി ഉണ്ടോ സമി? ഉണ്ടെന്ന് തോന്നുന്നു. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് വെക്കുന്നത്. ഭയങ്കര ദേശഭക്തരാണ്. അവരുടെ രാജ്യം എന്ന് പറഞ്ഞ ത്യാഗം. അവർക്ക് അവരുടെ മതമൊന്നുമല്ല, അല്ല വേറെ ഒരു സാധനമല്ല. അവർക്കൊരു രാജ്യം, അവരുടെ ആർമി, അവരുടെ നേവി, അത് അവർക്ക് എന്താന്ന് പറയുന്നത് അവർക്ക് ജീവനത്. പിന്നെ അവരെ ഭരിക്കുന്ന രാജ്യം മാത്രമല്ല, പുടിൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ടീച്ചർമാരൊക്കെ പുടിന്റെ പേര് പറയുമ്പോൾ ഉള്ള ഒരു സന്തോഷം, ഒരു അഭിമാനമൊക്കെ കാണും. ശരിക്കും ഇത്രയധികം രാജ്യസ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് രാജ്യസ്നേഹം ഇവർക്ക്, അത് വാക്കുകളിൽ വർണ്ണിക്കാൻ പറ്റത്തില്ല. അത് തന്നെ ഇവരെ ഇത്രയും വലിയൊരു ശക്തിയായിട്ട് നിർത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിവിടുത്തെ ന്യൂ ജനറേഷൻ ആണെങ്കിലും അത്രയും സ്നേഹം തന്നെയുണ്ട്. രാജ്യത്തിനോട് മാത്രമല്ല, അവരുടെ ലാംഗ്വേജിനോട്. റഷ്യൻ എന്നത് അവർക്ക് അവരുടെ വികാരം പോലെയാണ്. അവരുടെ ലാംഗ്വേജ് അവർക്ക് ഭയങ്കര വലിയ സംഭവമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ റിവർ സൈഡ് മുഴുവൻ മോണുമെന്റ്സ് ആണ്. പട്ടാളത്തിൽ ഇങ്ങനെ കൊടുക്കുന്ന രീതിയിൽ അതാന്ന് തോന്നും. ആംജത്തല്ലേ നിൽക്കുന്നത്? നിൽക്കണ്ട. ഇത് നമ്മുടെ ആളല്ലേ, നമ്മുടെ എന്താണ് അദ്ദേഹത്തിൻ്റെ
ഒക്കെ ഇനി എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ ഇന്നൊരു ആഘോഷത്തിൻ്റെ ദിവസമാണ്. അവരെ യഥാർത്ഥത്തിലുള്ള ഒരു വിക്ടറി അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇതൊരു വെറും അർഹാനസ്കിൽ മാത്രമാണ് ഈ രീതി നടത്തുന്നത്. ഇതുപോലെ ഇപ്പോഴത്തെ ഈ പരിപാടി ഇതുപോലെ ഇവിടുത്തെ എല്ലായിടത്തും അവരത്രയും എന്താ പറയുക ആഘോഷങ്ങളാണ് അവരിവിടെ എല്ലാം നടത്തുന്നത്. മോസ്കോയിൽ എന്തുമായിരിക്കും? അതെ, മോസ്കോയിലൊക്കെ എന്തുമായിരിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഓർത്തു നോക്കൂ. എനിക്കത് ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. അതെ ഇവിടെ പോപ്പുലേഷൻ കുറവുള്ള സ്ഥലമാണ്. അതെ. ഇത്ര ആൾക്കാരെ പണ്ടാണ് ചേറിട്ടിട്ടുണ്ടോ കാണാറുണ്ട്. അതെ, അവരുടെ വിജയത്തിൻ്റെ പല സമയങ്ങളും അവർ ഇത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്നു ഇവരുടെയും കുടുംബത്തിലെ ആരെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പം അവരുടെയൊക്കെ ഓർമ്മയും കൂടെയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഇല്ല, 37 മിനിറ്റുകളുണ്ട്. ഇനി ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാമുണ്ടോ?